ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ജ്വല്ലറി മേക്കിംഗ് ആണ്. നമ്മളോട് കസ്റ്റമർ 2 സെറ്റ് ഇയറിംഗ് ചെയിനാണ് ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്നത്. ഒന്ന് സിൽവറും ഒന്ന് ഗോൾഡും. അപ്പോൾ ഞാനിവിടെ സിൽവർ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. കസ്റ്റമർ കാണിച്ച മോഡലും എല്ലാം ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിങ്ങനെയാണ്. ഈ സിൽവർ ചെയിനിലേക്ക് ഒരു ഗുങ്കുരു. അപ്പോൾ ഇതിന് കാണിച്ചു തന്ന ഇയറിങ്സ് എന്താണെന്നുള്ളത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ഇതേപോലെ ഗുങ്കുരു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പിൽ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിറയെ ഗുങ്കുരു ഉണ്ടെങ്കിൽ ഇത് മൊത്തം വെച്ച് നിങ്ങൾക്ക് ഗുങ്കുരുവിൽ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഗുങ്കുരു കുറവായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണത്തിൽ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം 7 എണ്ണത്തിൻ്റെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കി ബീഡ് ചെയിനാണ്. ഇത് ഞാൻ ചെയ്തെടുത്തതാണ്. നമ്മൾ നേരത്തെ കമ്പിക്കെട്ട് മാല ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഡൗട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു, സ്പീഡ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഡിസ്റ്റർബ്ഡ് ആണെന്നറിയാം, എന്നാൽ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഇതിന് ഞാനിവിടെ ഒരു ഇയറിങ്സിൻ്റെ ഒരു ലോക്കും കൂടി കൊടുത്തിട്ടുണ്ട്. പുറത്ത് ഇവിടെ ജംപറിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. ബീഡ് എടുത്തിട്ടുണ്ട്, ഒരു സിൽവർ ചെയിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പ്ലെയർ എടുത്തിട്ടുണ്ട്, ഒരു കട്ടർ. പിന്നെ ഇത് ഞാൻ ഒരു 14 സെൻറ്റിമീറ്ററാണ് എടുത്തേക്കുന്നത്. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ചെയിനിൽ നിന്നാണ് ഒരു 14 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുത്തത്. 14, 16, 18, 20 ഇങ്ങനെ നമുക്ക് 3-4 ചെയിനിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാം. കസ്റ്റമർ 2 ലൈനിൽ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ ചെയിന് നമ്മൾ 14 എടുത്തത്. ഈ പേൾ ബീഡ്സ് ചെയിനും 14 ബീഡിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ കമ്പിക്കെട്ട് മാല എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ കമ്പിക്കെട്ട് മാല ചെയ്യാൻ എന്താ വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജ്വല്ലറി മേക്കിംഗ് വയർ എടുത്തിട്ടുണ്ട്. 0.3 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നിങ്ങൾക്ക് 4ഉം 5ഉം ഒക്കെ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതേപോലെ ഒന്ന് കോർത്തെടുക്കാം. ഒരു 14 ബീഡാണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടൂത്ത് പിക്ക് ഇവിടെ ഈ ഒരു സൈസിൽ വെക്കാം. എത്ര സൈസ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇങ്ങനെ താഴെ വരെ വെച്ചിട്ട് ചെറിയ കുഞ്ഞതായിട്ട് എടുക്കാം. ഞാനിതിവിടെ ഈ ഒരു സൈസിലാണ് ചെയ്തെടുക്കുന്നത്. ഇതാ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് ഇതാ ഈ ബീഡ് ഇനി അറ്റത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ ചെയ്യാം. ഇതേപോലെയാണ് കമ്പിക്കെട്ട് മാല ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ഇതിനു വേണ്ടി ചെറിയൊരു പോർഷനാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. നമ്മുടെ ഇത് മുറിയാണ്ട് നോക്കണം. ഇനി ഇത് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരറ്റം ഇതിലേക്ക് കോർത്തെടുക്കാം. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം ഒരേ അളവിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. ഞാനിത് എളുപ്പത്തിനും ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ടൂത്ത് പിക്ക് എടുത്തേക്കുന്നത്.
ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കില്ലെങ്കിൽ അതിപ്പോഴത്തെ ഹോളിലേക്ക് എത്തും. ഇവിടെ കമ്പിക്കെട്ട് ചെയിൻ റെഡി ആയിട്ടുണ്ട്. ഇത് 14 എണ്ണത്തിൻ്റെയാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തത്. ഇനി ഇതിലെങ്ങനെയാണ് ഗുങ്കുരു കോർക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ ഒന്നിടവിട്ടാണ് ഈ 7 എണ്ണം ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് രണ്ടാമത്തേയിൽ കോർത്തെടുത്തു. പിന്നെ ഞാൻ 5-ാമത്തേയിലാണ് കോർത്തെടുക്കുന്നത്. അതേപോലെ എല്ലാം അഞ്ചാമത്തെ കണ്ണിയിൽ വെച്ചിട്ടാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. ഒരു ജംപറിങ് എടുത്ത് ഇതേപോലെ കോർത്തെടുക്കുക. ഇതിൻ്റെ ഫസ്റ്റ് രണ്ടാമത്തേലൊന്ന് കോർത്തെടുക്കാം. മൂന്നാമത്തേൽ എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് ഊരി പോരും. ഇതിൽ ഗുങ്കുരു നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3-4 എണ്ണമൊക്കെ വെച്ച് കോർത്തെടുക്കാം. ഇതിനകത്ത് തന്നെ ഒരു 3-4 എണ്ണമൊക്കെ വെച്ച് കോർത്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇവിടെയാണ് വരുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈനിൽ ഇങ്ങനെ തന്നെ വെച്ച് പോകണം. അല്ലാതെ ഇങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കില്ല. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അത് ഇതേപോലെ നിൽക്കണം. നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഈ ചെയിനും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇതിലൊരു ജംറിങ് ഇട്ട് കൊടുക്കാം. ഇത് ഇതേപോലെ പിടിച്ചിട്ട് വേണം
അപ്പുറത്തെ എൻഡിലും ജം റിങ് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അഴിച്ചിട്ട് വീണ്ടും ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരേ ലൈന് പോലെ ആക്കിയിട്ട് വേണം ജം റിങ് കൊടുക്കാൻ. ഇതുപോലെ ഒരു ലോക്കും കൂടി കൊടുക്കാം. ഇത് ഇയറിങ്ങിൻ്റെ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് കൊടുക്കാം. ഇയറിംഗ് ചെയിൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് എല്ലാം കഴിഞ്ഞ് അവസാനം ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. എൻ്റെ കയ്യിലുള്ള ഇയറിങ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ അവസാനം ഒന്ന് എല്ലാം കൂടി സെറ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കും ഇതേപോലെയുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ചെയ്ത ഗോൾഡൻ കളറിലുള്ള ചെയിന് ഞാൻ പാർട്ട് 2 ആയിട്ട് കാണിക്കാം. കാരണം ഈ ഒരു വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുതലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ ബോറടിക്കും. അതിനാൽ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.